നമ്മുടെ മോനല്ലേ അജി, ഇനിയിപ്പൊ അവൻ അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നടക്കേണ്ടത് നടന്നു കഴിഞ്ഞല്ലോ. ശിവന് ഒരു പെൺകുട്ടിയിൽ ഒരു അബദ്ധം പറ്റി, അതാണ് കാര്യം. അതെ, നമുക്ക് പറ്റാത്തൊരു ബാക്ക്ഗ്രൗണ്ട് അവരുടേത്. ശിവൻ അവളെ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ ഞങ്ങളാ കുടുംബത്തിന്റെ അന്തസ്സ് സംരക്ഷിക്കാൻ അവളെ ആശുപത്രി കൊണ്ടുപോയത്. നിക്ക് ശിവ, ഇനി ഏതായാലും പറഞ്ഞേ പറ്റൂ. എന്ത്? ഇനി ഞങ്ങളത് മറച്ചു വെക്കുന്നില്ല. ആണുങ്ങളാവുമ്പോ ചിലപ്പോ അങ്ങനൊരു അബദ്ധം പറ്റുമെന്നുള്ളത് ശരിയാണ് ചേച്ചി. മറ്റുള്ളവരുടെ മുന്നിൽ ശിവനെ നമ്മളല്ലേ രക്ഷിച്ചെടുക്കേണ്ടത്. പ്രായത്തിന് ഇളയവനായ നിന്റെ മുന്നിൽ അവന്റെ നാണക്കേടോർത്ത് പറയാതിരുന്നതാ. ആ തെറ്റ് നീ അങ്ങ് ക്ഷമിക്ക്. ഇനിയിപ്പൊ നീ അറിഞ്ഞ, നന്ദ അറിഞ്ഞ്, നാട്ടുകാരറിഞ്ഞ് അത് വേണ്ടെന്ന് തോന്നി, അത്ര തന്നെ. ഏയ് ശിവ, ഞാനായിട്ട് തന്നെ നിന്നോട് പറയില്ലെന്ന് കരുതിയ നിന്റെ അമ്മയോട് ചോദിക്കാൻ പറഞ്ഞത്, അല്ലാതെ പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞങ്ങൾ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്നതും സൽക്കരിച്ചതും ഒക്കെ ശരിയാ. അല്ലാതെ ഞങ്ങൾ അതിന്റെ പേരിൽ കുറെ ടെൻഷൻ അനുഭവിച്ചു. അതങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയാ നിന്നെ അറിയിക്കണ്ടല്ലോ എന്ന് കരുതി. മോൻ ഇനിയെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലായെന്ന് കരുതുന്നു. നിന്നെ ആരൊക്കെയോ ചേർന്ന ആ പെങ്കൊച്ചിന്റെ പേര് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണെന്ന് അറിയാം. ഇപ്പൊ സത്യം മനസ്സിലായല്ലോ. ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിനക്ക് ദോഷം വരുന്നതൊന്നും ഞങ്ങൾ ചെയ്യില്ല, അത് ഉറപ്പാ. എന്റെ ദൈവമേ, അങ്ങനെ ആ പ്രശ്നം ഒതുങ്ങി. എന്തൊതുങ്ങിന്ന്? ചേട്ടത്തി കരുതുന്നുണ്ടോ ശിവനത് ക്ഷമിക്കുമെന്ന്? ക്ഷമിക്കും മഹേശ്വരി, ക്ഷമിക്കും. ഒരു ഗത്യന്തരവും ഇല്ലാതെയാ നമ്മളത് പറഞ്ഞതെന്ന് അവനറിയാം. കുടുംബത്തിന്റെ കെട്ടുറപ്പിനു വേണ്ടി ഏത് അപവാദം കേൾക്കാനും അവൻ റെഡിയാ. നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ കുടുംബത്തിനു വേണ്ടി ആ വിനയചന്ദ്രനെ കൊല്ലാൻ വരെ തയ്യാറായവനാ ശിവൻ. ആ ശിവൻ ഈ അപവാദം ഒന്നുമല്ല, ഒന്നും. നീ വാ, നമുക്ക് അവനോട് ചെന്ന് ഒന്ന് രണ്ട് നല്ല വർത്താനം പറയാം. വിനേട്ടാ, വിനേട്ടാ, ഏട്ടത്തി, അതെ, നല്ല മാറ്റമുണ്ട് ഇപ്പോ. കുറേശ്ശെ ആയിട്ട് ഓരോ കാര്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് ഇപ്പോ. വിനേട്ടാ, ഇതാരാന്ന് മനസ്സിലായോ? വിനേട്ടൻ എന്നെ മനസ്സിലായില്ലേ?
ഞാൻ രോഹിണിയാ. രോഹിണി. അപ്പോൾ നിങ്ങൾ കുറച്ച് സംസാരിച്ചിരിക്കും. എനിക്ക് ഡ്യൂട്ടി നേഴ്സിനെ ഒന്ന് കാണണം. പേഷ്യൻ്റ് ഉണരുമ്പോൾ എന്തോ മരുന്ന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ വരാം. എനിക്ക് എത്ര വേദനിച്ചു എന്നറിയോ? വിനേട്ടന്റെ ഈ അവസ്ഥ കാരണം വയറ്റിലുള്ള നമ്മുടെ കുഞ്ഞിനെ പോലും ഞാൻ മറന്നു. വിനേട്ടന് പഴയതൊക്കെ ഓർമ്മയുണ്ടോ? കുറേശ്ശെ. ഇപ്പൊ വിഷമങ്ങളൊക്കെ മാറിയോ? വിസ്മയ. വിനേട്ടന് വിസ്മയം ഓർമ്മയുണ്ടല്ലേ? അവളിപ്പോ ഇവിടെ ഇല്ല, കുറെ ദൂരെയാ. വിനേട്ടന് വേണ്ടി പണം കണ്ടെത്താൻ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു. വിസ്മയ, കാണണം. എനിക്ക് കാണണം വിസ്മയെ. അതിപ്പോ എങ്ങനെയാ വിനേട്ടാ? കാശിന് വേണ്ടി അവൾ ഒരു കരാറിൽ ഒപ്പിട്ട് പോയതല്ലേ? പെട്ടെന്ന് വരാൻ പറഞ്ഞ എങ്ങനെയാ വരിക? എനിക്ക് കാണണം. വരാൻ പറയേ വിസ്മയ. വിനേട്ടാ, അങ്ങനെ വിചാരിക്കുമ്പോ ഓടി വരാനൊന്നും പറ്റില്ല അവക്ക്. പറ്റണം. എനിക്ക് കാണണം. പോയി വിസ്മയെ വിളിച്ചോണ്ട് വാ. വിനേട്ടാ, വിളിച്ചോണ്ട് വരാനല്ലേ പറഞ്ഞത്? വിളിക്കാൻ ചെല്ല്. വിളിച്ചിട്ട് വരാൻ. വിനേട്ടാ, വിസ്മയ. വിസ്മയ, വിനേട്ടാ, എന്തായി ചെല്ല്. എന്താ വിനയേന്ദ്ര, എന്താ വേണ്ടത്? ഡോക്ടർ, എനിക്ക് വിസ്മയെ കാണണം. വിസ്മയ. ആരായി വിസ്മയ? അത് വിനേട്ടൻ്റെ അനിയത്തിയാ. ഓ, ഐ സി. ഇടയ്ക്കെപ്പോഴോ പുള്ളി ഈ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇത് ഞാൻ വൈഫാ ഡോക്ടർ. ഓക്കെ, മനസ്സിലായി. വിസ്മയ. ആ, അപ്പോ വിനയചന്ദ്രന്റെ വിസ്മയെ കാണണം, അത്രയല്ലേ ഉള്ളൂ? ആളിന് നമുക്ക് വരാൻ പറയാന്നേ. പക്ഷെ ഇപ്പൊ റിലാക്സ് ചെയ്യണം, മരുന്ന് കഴിക്കണം. എന്താ പറ്റില്ലേ? ഇരിക്കും. ബഹളം ഉണ്ടാക്കാതെ അനങ്ങാതെ കിടന്നാലേ വിസ്മയം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ, കേട്ടോ? മെഡിസിൻ കൊടുക്ക. വെരി ഗുഡ്. കിടന്നോളൂ. ഡോക്ടർ, വിസ്മയ വരും. ആ, കിടന്നോ. ആ, നിങ്ങൾ രണ്ടാളും പുറത്തേക്ക് വരൂ. വിനയചന്ദ്രൻ ഇപ്പോൾ 50% ഓക്കെയാണ്. ഓർമ്മകൾക്കും ഓർമ്മക്കേടിനും ഇടയിൽ അയാളുടെ മനസ്സ് കിടന്ന് ഓടുകയാണ്. അയാൾ ഓർത്തെടുക്കുന്നതും ചോദിക്കുന്നതും നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ റെസ്പോണ്ട് ചെയ്തേ പറ്റൂ. വിസ്മയ അയാളുടെ അനിയത്തിയല്ലേ, ഒന്ന് വരാൻ പറയണം, അത്ര തന്നെ. അതിന് അവളിവിടെ സ്ഥലത്തില്ല ഡോക്ടർ. ജോലി സംബന്ധമായിട്ട് കുറെ ദൂരെയാ. ദൂരമൊക്കെ ഇക്കാലത്ത് അത്ര വലിയ കാര്യമാണോ? പിന്നെ ജോലിയാണോ സ്വന്തം സഹോദരനാണോ വലുതെന്ന് ആ കുട്ടിയോട് ചോദിച്ചാൽ മതി. ഈ സമയത്ത് വാശി പിടിച്ച് അയാളുടെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വയലൻസിനെ ഉണർത്തരുത്. അതേ എനിക്ക് പറയാനുള്ളൂ. എന്റെ ഫോൺ ഇതെവിടെ പോയി? ഇതിൽ വെച്ചിരുന്നതാണല്ലോ. ആരോ ഇതിൽ നിന്നെടുത്ത് മാറ്റിയതാണല്ലോ.
മഹേശ്വരി കുഞ്ഞമ്മയായിരിക്കും, അതോ ശിവൻ സാറോ? അവരങ്ങനെ ചെയ്യൂ എന്നോട്? ജാനകി ചേച്ചി, എന്താ മോളെ? ചേച്ചി, എനിക്ക് മഹേശ്വരി കുഞ്ഞമ്മയെ ഒന്ന് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യണമല്ലോ. എന്ത് പറ്റി ഇത്ര പെട്ടെന്ന്? ആവശ്യമുണ്ട്. എനിക്ക് അവരെ ഫോണിലെങ്കിലും കിട്ടിയേ പറ്റൂ. അതിനെന്താ? മോൾ വിളിച്ചു. വിളിച്ചതാ? അയ്യോ മോളെ, എനിക്ക് അവരുടെ നമ്പർ അറിയില്ല. മോളുടെ ഫോണിൽ നിന്ന് നമ്പർ എടുത്ത് വിളിച്ചോ? അതിന് എന്റെ ഫോൺ കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ചേച്ചിയോട് പറയണോ? ഞാൻ വിളിക്കില്ലേ? അപ്പൊ മോളുടെ ഫോൺ മോളുടെ കയ്യിലില്ലേ? ഇല്ല, എന്റെ ബാഗിൽ അത് കാണുന്നില്ല. അവരുടെ കയ്യിലോ ഞാൻ വന്ന വണ്ടിയിലോ ഉണ്ടോന്ന് അറിയാനാ വിളിക്കാൻ പറഞ്ഞത്. മോളുടെ നമ്പർ മോൾക്കറിയില്ലേ? ഇതിൽ വിളിച്ചു നോക്ക്. വണ്ടിയിലായാലും അവരുടെ കയ്യിലായാലും അവരെടുക്കുമല്ലോ. അത് സ്വിച്ച് ഓഫ് ആണ്. അയ്യോ, ഇനി എന്ത് ചെയ്യും മോളെ? അവരെന്നെ സാധാരണ വിളിക്കാറില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആളെ വിടും, അത്ര തന്നെ. എനിക്ക് അവരെ ഉടനെ കിട്ടണം ചേച്ചി. എനിക്ക് എന്റെ ഫോൺ വേണം. എന്റെ എല്ലാ ഫോൺ നമ്പരും എന്റെ എല്ലാം അതിലാ. മോള് വിഷമിക്കണ്ട. ഫോൺ വണ്ടിയിലാണെങ്കിൽ കിട്ടിയാൽ അവരെത്തിക്കുമല്ലോ. ഞാൻ എന്റെ ബാഗിലാ ഫോൺ വെച്ചത്. അതാരോ എടുത്തു മാറ്റിയതാ. അയ്യോ, ആരെടുത്ത് മാറ്റാനാ മോളെ? മോളൊന്നുകൂടെ ബാഗിലൊക്കെ നോക്കേ. സ്വിച്ച് ഓഫ് ആയിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ചതിയുണ്ട്. ബോധപൂർവം എടുത്തു മാറ്റിയതാ. മോള് വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. എന്ത് ചെയ്തിട്ടായാലും എനിക്ക് എന്റെ ഫോൺ കിട്ടണം. ഇല്ലെങ്കിൽ ഞാൻ അവര് പോയ വഴിയെ ഇറങ്ങിപ്പോവും, തീർച്ചയാ. അയ്യോ മോളെ, അതൊന്നും വേണ്ട. മോളൊന്ന് ക്ഷമിക്കേ. ഞാൻ സത്യനോട് പറഞ്ഞ് എന്തെങ്കിലും വഴി നോക്കട്ടെ. ഇത് ചതിയാണ്, ചതി. എന്നെ ഇവിടെ കൂട്ടിലടയ്ക്കാനുള്ള പ്ലാൻ. ഇത് ചതിയാണ്, കൊടും ചതി. നീ ഇന്നത്തെ എത്ര വൈകിയത്? അവിടെ ലൈനിൽ നിന്നെ കത്ത് കടക്കാർ നിൽക്കുന്നുണ്ട്. അവരവിടെ നിൽക്കട്ടെ. ഞാൻ ഇന്ന സമയത്ത് ചെല്ലാമെന്ന് വാക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഇതൊരു സൈക്കിളാ. ഇതിൽ കൊണ്ടുപോകാവുന്ന സാധനങ്ങൾക്കും പോകാവുന്ന സ്പീഡിന് ഒരു ലിമിറ്റ് ഉണ്ട്. രാവിലെ തൊട്ട് 4ാമത്തെ ട്രിപ്പാ. ഇത്രയും വലിയ വണ്ടി ഉണ്ടായിട്ടും ഇതൊന്ന് കൊണ്ടുപോകാനോ എന്നെ ഒന്ന് സഹായിക്കാനോ സത്യന് സമയം കിട്ടിയില്ലല്ലോ. ആകെ കൂടി ആ ടൗണിലെ കടകളിൽ 2 ട്രിപ്പ്, അതും ജാനകി ചേച്ചി കിടന്ന് നിലവിളിച്ചുകൊണ്ട് മാത്രം. എന്നിട്ട് എനിക്ക് വേഗം പോരാ പോലും. എടാ, ഇവിടെ ഇപ്പൊ നീയാണോ ഞാനാണോ ജോലിക്കാരൻ? നിന്നോട് ഞാൻ എന്താ വൈകിയെന്ന് ചോദിച്ചപ്പോ നീ എന്റെ നേരെ കുതിരകയറാൻ നിൽക്കാതെ ചെല്ലു. നീ ചെന്ന് സാധനങ്ങൾ കൊടുത്ത് കണക്ക് കൃത്യമായിട്ട് എഴുതി വെച്ചു വാ. ശരി ശരി, ഞാൻ എൻ്റെ കാര്യത്തിന് പോണു.
വല്യേട്ടാ, ദേ അവളെയും വിളിച്ച് കേറി വന്നിട്ടുണ്ട് രണ്ടും കൂടി. എന്നെ വെല്ലുവിളിക്കാൻ നിൽക്കുക. വല്യേട്ടൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ദേ ഞാൻ ആകെ തോറ്റു പോവും. അവനിവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇത്രയും പെട്ടെന്ന് അവളെയും കൂട്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. വരിക മാത്രമല്ല, എന്റെ മുന്നിൽ കൂടിയാ അവളെയും കൈപിടിച്ച് അകത്തോട്ട് കയറി പോയത്. എന്ത് ചെയ്തിട്ടാണെങ്കിലും വല്യേട്ടൻ ഇതിന് സമ്മതിക്കരുത്, പ്ലീസ്. നീ ആദ്യം ഒന്ന് അടങ്ങ് സരോജിനി. ആദ്യം ഞാൻ അവനോട് സംസാരിക്കട്ടെ. എന്ത് സംസാരിക്കാൻ? എന്റെ വാക്കും കേട്ട് ജാമ്യം എടുക്കാൻ പോയ വല്യേട്ടനെ നാണം കെടുത്തി അവളുമാരുടെ കൂടെ കയറി പോയവനാ അവൻ. അന്ന് ഞാൻ അവന് മാർക്കിട്ട് കഴിഞ്ഞു. അതൊക്കെ ശരിയാ. അന്ന് എന്നെ ധിക്കരിച്ചത് കാരണം എനിക്കിപ്പോ അവനോട് സംസാരിക്കാൻ ഒരു ജാള്യതയുണ്ട്. അത് ഇന്നല്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ നീ വിളിച്ചപ്പോ തന്നെ ഞാൻ ഓടി വന്നത്. നീ വാ. വിമലേ, ദേ അമ്മാവൻ വന്നിട്ടുണ്ട്. ആഹാ, ദേ നീ വന്നതിന് ശേഷം അമ്മാവൻ ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ വരുന്നത്. അമ്മാവന് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. പിന്നെ അമ്മാവന് ഏറ്റവും ഇഷ്ടം നാരങ്ങ കൊണ്ടാ. പഞ്ചസാരയും ഉപ്പും ഇട്ട്. ആ സോഡ ഫ്രിഡ്ജിലുണ്ടാവും. സോഡ ഒഴിച്ചാലേ ഗ്യാസിന് നല്ലതാ. ആ എന്താ അമ്മാവൻ വന്ന കാലത്ത് നിൽക്കുന്നത്? വാ ഇരിക്കാം. ആ കണ്ടില്ലേ, അമ്മാവനെ കണ്ടപ്പോ വിമലയ്ക്ക് സന്തോഷമായി. വാ അമ്മാവാ. ഇരിക്കമ്മാവാ. ആ പിന്നെ കാര്യമൊക്കെ അമ്മ പറഞ്ഞാണല്ലോ. എത്ര നല്ലതായാലും എത്ര ദിവസമാണ് നമ്മളൊക്കെ ഭാര്യ വീട്ടില്. ഒടുവിൽ ഞാൻ അവളെ വിളിച്ചോണ്ടെങ്കിൽ പോന്നു. അവിടെ ആവുമ്പോ ആകെ ഒരു വീർപ്പ് മുട്ടല. ഇവിടെ ആ പ്രശ്നമില്ലല്ലോ, ഇത് നമ്മുടെ വീടല്ലേ. ആ പിന്നെ അമ്മാവൻ എന്നോട് ചെറിയൊരു അലോഹ്യമുണ്ടെന്നറിയാം. അമ്മാവൻ ലോകം കുറെ കണ്ട ആളല്ലേ. ചിലപ്പോ ഉള്ളിലൊന്നും വയ്ക്കില്ലായിരിക്കും, പക്ഷേ എൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമമുണ്ട്. അവളെ കൂട്ടണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാ ഞാനന്ന് അമ്മാവൻ്റെ കാര്യം കയറാത്തത്. അമ്മാവൻ കയറ്റാതിരുന്നത് അമ്മയ്ക്ക് വിഷമമാവണ്ട എന്ന് കരുതിയാണെന്നും എനിക്കറിയാം. അമ്മാവൻ്റെ സ്ഥാനത്ത് ആരായാലും അത് ചെയ്യും. ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിർത്താതെ നീ സംസാരിച്ചത് കൊണ്ടും നാരങ്ങ വെള്ളം തന്നത് കൊണ്ടും തീരില്ലല്ലോ. പറയേണ്ടത് പറഞ്ഞല്ലേ പറ്റൂ. നീ സ്വന്തം അമ്മയെ വെല്ലുവിളിച്ച് അവളെ അകത്തേക്ക് കയറ്റിയത് ഒട്ടും ശരിയായില്ല. അതറിഞ്ഞാ ഞാൻ വന്നത്. എനിക്കറിയാം. അമ്മാവനോട് വന്ന് വിമലയെ വലിച്ച് പുറത്തിറക്കാൻ അമ്മ വിളിച്ച് പറഞ്ഞു കാണും. അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശത്തിലാണെങ്കിൽ അതൊന്നും ഇക്കാര്യത്തിൽ നടക്കില്ല അമ്മാവ. മീഡിയയും സോഷ്യൽ മീഡിയയും ഒക്കെ ഉള്ള കാലമല്ലേ. അമ്മാവൻ തന്നെ കണ്ടില്ലേ ഞങ്ങളെ പോലീസ് കൊണ്ടുപോയത്. എത്ര പെട്ടെന്നാ ലോകം മുഴുവൻ അറിഞ്ഞത്. അല്ല, നിയമം അറിയാവുന്ന റിട്ടയർഡ് ജഡ്ജിയായ അമ്മാവൻ ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം കാണിക്കില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അമ്മയ്ക്ക് ആ വക കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ. അറിയണ്ടടാ, ഒന്നും അറിയണ്ട എനിക്ക്. ഏതായാലും നീ ഒരു കാര്യം ചെയ്. നിന്റെ ഭാര്യ എടുക്കുന്നതില് കുറച്ച് വിഷം കൂടി കലക്കി എനിക്ക് തരാൻ പറ. അയ്യോ, അതിപ്പോ ഞാൻ പറഞ്ഞാൽ തന്നെ അവൾ അങ്ങനെ ചെയ്യൂ അമ്മേ. കേറി വന്ന ദിവസം തന്നെ അമ്മായിയമ്മയെ വിഷം കൊടുത്തു കൊന്നു നാട്ടിൽ മുഴുവൻ പാട്ടാവില്ലേ? ഹരീന്ദ്ര, പരിഹാസം മതി. നിന്റെ അമ്മ എന്തുമാത്രം സങ്കടം വന്നിട്ടാണ്. സോറി, അമ്മയുടെ ഈ ഭാവാവിനെയും വർക്കൗട്ട് ആവില്ലെന്ന് വലിയമ്മാവൻ തന്നെ അനിയത്തി പറഞ്ഞെന്ന് മനസ്സിലാക്കുക. ഞാൻ പിടിച്ചോണ്ട് വന്നതേ നിങ്ങൾ രണ്ടാളും കണ്ട് തീരുമാനിച്ച് താലികെട്ട് നടക്കാതെ പോയൊരു പെണ്ണിനെയാണ്, അല്ലാതെ വഴിയെ കണ്ടതിനല്ല. ഹരീന്ദ്ര, നീ ഒന്ന് സമാധാനിക്ക്. നമുക്ക് എന്തിനും ഒരു തീരുമാനം ഉണ്ടാക്കാമല്ലോ. ഇക്കാര്യത്തിന് ഞാനായിട്ടൊരു തീരുമാനം ഉണ്ടാക്കി കഴിഞ്ഞു. അതിനുവേണ്ടി ഇനി ആരും വീണ്ടും കഷ്ടപ്പെടണമെന്നില്ല. പിന്നെ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കേണ്ട മറ്റൊരു വിഷയമുണ്ട്. അതിന് അമ്മാവൻ തന്നെ തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതായത് ഞാൻ ഉണ്ടാക്കിയതൊക്കെ സ്വർണമായിട്ടും വസ്തുവായിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അതും പണമായി സൂക്ഷിക്കേണ്ടെന്ന് അമ്മാവന്റെ പണ്ടേയുള്ള ഉപദേശം കൊണ്ട് ചെയ്തതാ. ഇപ്പൊ പക്ഷെ എനിക്ക് കുറച്ച് കൂടുതൽ പണത്തിന്റെ ആവശ്യമുണ്ട്. ഒന്നുകിൽ സ്വർണം വിറ്റ് അല്ലെങ്കിൽ വസ്തു വിറ്റ് അതെനിക്ക് കിട്ടണം. അമ്മാവന്റെ ഈ വരവുകൊണ്ട് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ. ആ
വിമലേ, ഞാനൊന്ന് പുറത്തു പോവാ. നാരങ്ങ വെള്ളം കൊടുത്തിട്ടേ അമ്മാവനെ വിടാവൂ.